ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവിക ദൂതന്മാരും ദൂതന്മാരുടെ വീഴ്ചയും എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനോട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന എന്ന ചില സംശയങ്ങൾ വേദപഠിതാക്കളുടെ ഉള്ളിൽ ഉള്ള ഒരു വിഷയം ഇന്ന് പങ്കുവെക്കാം, അല്ലെങ്കിൽ ഇന്ന് ഒന്ന് ചർച്ച ചെയ്യാം. അതിൻ്റെ പല വശങ്ങൾ ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കുവാനായിട്ട് പോകുന്നത്. ആ വാക്യം ആദ്യമായിട്ടൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എന്ന് പറഞ്ഞു. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. 5-ാം വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ഈ വാക്യത്തിൽ എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളുണ്ട്. വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന വിഷയം ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരുടെ അടുക്കൽ. അപ്പൊ 2 കാറ്റഗറി, 2 വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു വിവാഹമാണ് ഇവിടുത്തെ പ്രതിപാദ്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ ഈ ദൈവത്തിന്റെ പുത്രന്മാർ തങ്ങൾക്ക് ബോധിച്ച എല്ലാവരെയും ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. അതുപോലെ തന്നെ അവരുടെ വിവാഹത്തിന്റെ ഫലമായിട്ട് മല്ലന്മാർ ജനിച്ചു. ഭൂമി വഷളായി അതിക്രമം കൊണ്ട് നിറഞ്ഞു. മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു. ഞാൻ ഭൂമിയിൽ മനുഷ്യനെ നശിപ്പിച്ച് കളയും എന്ന് വ്യക്തമായിട്ട് അവിടെ പ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഈ വേദഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചോദ്യമായിട്ട് വരുന്ന വിഷയം, ആരാണ് ഈ ദൈവത്തിന്റെ പുത്രന്മാർ, ആരാണ് മനുഷ്യരുടെ പുത്രിമാർ? പല നിലകളിലുള്ള ചിന്താഗതികളും ഉണ്ട്. അപ്പോൾ ഇന്ന് ആ വിഷയത്തിൽ നമ്മളൊരു പഠനം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോകാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ നോട്ട്സ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ എല്ലാ വാക്കുകളും കിട്ടത്തില്ല. പിന്നീട് അതിൽ നിങ്ങൾക്ക് സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ ആ പോയിന്റ്സും റെഫറൻസസും കൃത്യമായിട്ട് എടുക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട്. ഈ വിഷയത്തിൽ 4 പ്രധാന ചിന്താധാരകൾ ഉണ്ട്. 4 കാഴ്ചപ്പാടുകളാണ് പ്രധാനമായിട്ടും വേദപഠിതാക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ ബൈബിൾ പഠിതാക്കളുടെ ഇടയിൽ ഉള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് ശേത്തിന്റെ മക്കളെയാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത്. ഇത് വളരെ പോപ്പുലർ ആയിരിക്കുന്ന, ഫേമസ് ആയിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. ശേത്തിന്റെ മക്കളെയാണ് ദൈവത്തിന്റെ പുത്രൻ. നമ്മളെല്ലാം ആ 4 ചിന്താഗതി നമ്മൾ കാണും. എന്നിട്ട് ഇതിലേതാ ശരിയെന്ന് അതിന് മതിയായ വാക്യങ്ങളും തെളിവുകളും ഇതിന്റെ എല്ലാം പോസിറ്റീവ്സ് നെഗറ്റീവ്സ് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ വിഷയം, ശേത്തിന്റെ മക്കളെയാണ് ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആദാം പാപം ചെയ്തതിനു ശേഷം കയീൻ വരുന്നു. കയീൻ ഹാബെലിനെ കൊല്ലുന്നു. അതിനുശേഷം ദൈവം ഒരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന്റെ തലമുറയും കയീന്റെ തലമുറയും, ഇങ്ങനെ 2 തലമുറകളായിട്ട് ആദാമിന്റെ മക്കൾ പിരിഞ്ഞു പോകുന്നു. ഇതിൽ കയീന്റെ മക്കൾ പാപികളുടെ പ്രതിരൂപമായും ശേത്തിന്റെ മക്കൾ ദൈവമക്കളുടെ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചു പോകുന്നവരുടെ തലമുറയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കാഴ്ചപ്പാടുകാര് ശേത്തിന്റെ മക്കളാണ് ദൈവപുത്രന്മാർ എന്ന് പറയുന്നവർ ഈ 2 ആസ്പെക്റ്റാണ് എടുക്കുന്നത്. അവർ പറയുന്ന പ്രകാരം ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ശേത്തിന്റെ മക്കളും
മനുഷ്യ സ്ത്രീകൾ എന്ന് പറയുന്നത്, അല്ലെ മനുഷ്യരുടെ പുത്രിമാർ എന്ന് പറയുന്നത് കൈയിന്റെ മക്കളുമാണ്. അതിനവർ കാരണമായിട്ട് പറയുന്നു 4-ാം അധ്യായത്തിൽ കൈയിന്റെ വംശാവലി പറയുന്നു, 5-ാം അധ്യായത്തിൽ ശേത്തിന്റെ വംശാവലി പറയുന്നു, 6-ാം അധ്യായത്തിൽ പാപത്തെക്കുറിച്ച് പറയുന്നു. അത് തന്നെയുമല്ല, ഇവിടെ മനുഷ്യരെയാണ് ന്യായം വിധിച്ചത് എന്ന കാരണത്താല് ഈ ശേത്തിന്റെ മക്കളെയാണ് ശേത്തിന്റെയും കൈന്റെയും തലമുറകൾ തമ്മിലുള്ള വിവാഹത്താൽ ഉണ്ടായ മക്കളെയാണ് ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വാദഗതി. ഇന്ന് വളരെ കോമൺ ആയിട്ടിരിക്കുന്ന ഒരു വാദഗതി ഇതാണ്. ഈ ചിന്താഗതി കടന്നു വന്നത് AD 325 കാലയളവിലാണ്. ജൂലിയസ് അഫ്രിക്കാനസ് എന്ന് പറയുന്ന സഭാപിതാവ്, വേദപഠിതാവും സഭാപിതാവുമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജൂലിയസ് അഫ്രിക്കാനസ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ചിന്ത കൊണ്ടുവന്നത് AD 325. ജൂലിയസ് അഫ്രിക്കാനസ് ആണ് ഈ ചിന്ത, ശേത്തിന്റെ മക്കളാണ് ഇവിടുത്തെ ദൈവപുത്രന്മാരെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി. പിന്നീട് AD 400-500 കാലയളവില് സെന്റ് അഗസ്റ്റിൻ, അദ്ദേഹം സഭാപിതാവാണ്, അദ്ദേഹം ഈ ചിന്താഗതി ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ സ്വാധീന ഫലമായിട്ട് ക്രിസ്തീയ ഗോളത്തിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് സിദ്ധാന്തമായിട്ട് ഈ സിദ്ധാന്തം ഇതുവരെ നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിന്താഗതിയാണ് ശേത്തിന്റെ മക്കളെയാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ചില ന്യൂനതകളുണ്ട്. ന്യൂനതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശേത്തിന്റെ മക്കളെക്കുറിച്ച് ബൈബിളിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഒരിടത്തും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിട്ടില്ല. ശേത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ ദൈവത്തിന്റെ വഴികൾ നടന്നു എന്നുള്ള കാര്യം സത്യമാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ ശേത്തിന്റെ തലമുറ മുഴുവൻ ആ നിലയിൽ വഴികളിലല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശേത്തിന്റെ വംശം മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ ഇത് ഏകദേശം ഒരു 1000-ലധികം വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണിത്. നമ്മൾ ആ തലമുറകളുടെ വംശങ്ങളുടെ വംശാവലി പഠിച്ചു വരുമ്പോൾ ഏകദേശം 1500ഓളം വർഷങ്ങളുടെ ഒരു ചരിത്രം അവിടെ വരുന്നുണ്ട്. അപ്പം ആ ഒരു കാലയളവ് നടക്കുന്ന ഒരു വിഷയത്തിൽ പല തലമുറ, 1500 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സുദീർഘമായ ഒരു കാലയളവാണ്. പല തലമുറകൾ അവിടെ വരുന്നു. അതിനകത്ത് 2 വ്യക്തികളെയാണ് ദൈവം എടുത്തു പറയുന്നത്, ഹാനോക്കിനെയും നോഹയെയും. അപ്പോൾ ശേത്തിന്റെ മക്കൾ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പഴയ നിയമത്തിൽ എവിടെയും ശേത്തിന്റെ മക്കളെ അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിട്ടില്ല. ദൈവമക്കളെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയം, ഇവിടെ ഇവരുടെ വാദം എന്ന് പറയുന്നത് ശേത്തിന്റെ മക്കളും അവിശ്വാസികൾ, അല്ലെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വിവാഹബന്ധം മുഖാന്തരമാണ് മല്ലന്മാരുണ്ടായത് അല്ലെങ്കിൽ ശിക്ഷാർഹരായ ആളുകൾ ഉണ്ടായത്, ദൈവം ഭൂമിയെ നശിപ്പിച്ചത്, ജലപ്രളയത്താൽ നശിപ്പിച്ചത് എന്ന് പറയുന്നു. നമുക്കറിയാം ഇസ്രയേലിന്റെ ചരിത്രത്തിലും അവർക്ക് പ്രമാണം കൊടുത്തിരുന്നു അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടരുത്. പുതിയ നിയമത്തിൽ വരുമ്പോഴും അതേ ഉപദേശം നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലുണ്ട് നിങ്ങൾ വിജാതികളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. എന്നാൽ അങ്ങനെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട പലരെ ദൈവം ശിക്ഷിച്ചുവെങ്കിലും ഭൂമിയെ ഒന്നാകെ ആ ഒരു വിഷയത്തിന്റെ പേരിൽ ശിക്ഷിച്ചതായി ചരിത്രമില്ല. അപ്പോൾ ഈ 2 വിഷയമുണ്ട്. ഇതിന് ചില ന്യൂനതകളുണ്ട്, പല ചിന്താഗതിയുണ്ട്. ചിന്താഗതികൾ അവിടെ നിൽക്കുന്നത് നമ്മൾ അതിന്റെ വശങ്ങളാണ് ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ഒന്നാമതായി പറഞ്ഞ വിഷയം, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് വിശ്വാസികളും, മൂന്നാമതായിട്ട് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വിവാഹം ചെയ്യുന്നത് കൊണ്ട് മല്ലന്മാർ, അതിന് എബ്രായ ഭാഷയിൽ നെഫീലിംസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മല്ലന്മാർ ഉണ്ടായിട്ടില്ല. മഹാമല്ലന്മാരെന്നോ രാക്ഷസന്മാരോ എന്നൊക്കെ പരിഭാഷപ്പെടുത്താവുന്ന ഒരു വാക്കാണത്. നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നാലെ വരുന്നതാണ്. അവിടെ വിശ്വാസികളും അവിശ്വാസികളുമായിരിക്കുന്ന ആളുകൾ തമ്മിൽ വിവാഹം ചെയ്യുന്നത് കൊണ്ട് രാക്ഷസന്മാരും ഉണ്ടായതായിട്ട് വേദചരിത്രമില്ല. അപ്പം നമ്മൾ ബൈബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം ബൈബിളുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. ഇതിന് 3 ന്യൂനതകൾ കാണിച്ചു തരാം. ഒന്നാമത്തേത്, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിശ്വാസികൾക്ക് പേര് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ദൈവവചനത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന വിഷയം, വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിൽ മല്ലന്മാർ ഉണ്ടായതായിട്ട് പറയണില്ല. മൂന്നാമതായിട്ട് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ഭൂമിയെ മൊത്തം നശിപ്പിക്കുന്നതായിരിക്കുന്ന വേറൊരു ചരിത്രവും നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നില്ല. അപ്പൊ ഇതിന് ശേഷമില്ല, ഇതിനു മുമ്പുമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി അടുത്തതായിട്ട് വീണുപോയ ദൂതന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സിദ്ധാന്തം.
ഈ സിദ്ധാന്തവും വളരെ ശക്തി പ്രാപിച്ച, അല്ലെങ്കിൽ ശേത്തിന്റെ മക്കളാണെന്നുള്ളതാണ് മുന്നിട്ട് നിൽക്കുന്ന ഒരു സിദ്ധാന്തം. എന്നാൽ രണ്ടാമതായിട്ട് വരുന്ന ഒരു സിദ്ധാന്തമാണ് വീണുപോയ ദൂതന്മാരെയാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വരുമ്പോൾ, അതുപോലെ തന്നെ 38-ാം അധ്യായം 7-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ദൈവദൂതന്മാരെ കുറിച്ച് 38-ാം അധ്യായം 7-ാം വാക്യത്തിൽ കൃത്യമായിട്ട് സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവം സൃഷ്ടികർമ്മം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ സന്തോഷിച്ചുല്ലസിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ദൈവദൂതന്മാരെ കുറിച്ചാണെന്നാണ് എല്ലാ വേദപണ്ഡിതന്മാരും വേദവ്യാഖ്യാതാക്കളും മനസ്സിലാക്കുന്നത്. അതിന് പ്രകാരം കാരണം മനുഷ്യരവിടെ ഇല്ല, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയാൻ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന്മാരവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് സ്വർഗീയ ജീവികളാണ്, ദൂതന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 7-ാം വാക്യം, ആ വാക്യങ്ങളിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഈ സിദ്ധാന്തപ്രകാരം ഇവര് പറയുന്നത് സാത്താനോടൊപ്പം വീണുപോയ ദൂതന്മാർ മനുഷ്യരിൽ പ്രവേശിച്ച്, അവർ ഭൂതങ്ങളായിട്ടോ ദുരാത്മാക്കളായോ മനുഷ്യരിൽ പ്രവേശിച്ച് സ്ത്രീകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടായ മക്കളാണ് ഇവരെന്ന് പറയുന്നു. എന്നാൽ ഈ വിഷയത്തിനും ചില ന്യൂനതകളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ദുരാത്മാക്കൾ വിവാഹം ചെയ്യുന്നത് കൊണ്ട് മനുഷ്യന് പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുവാനായിട്ടില്ല. ഒന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, വീണുപോയ ദൂതന്മാരെ ബൈബിളിൽ ഒരിടത്തും ദൈവപുത്രന്മാരെന്ന് സംബോധന ചെയ്തിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ് അതാണ്. വീണുപോയ ദൂതന്മാരെ, അല്ലെ പാപം ചെയ്ത ദൂതന്മാരെ ബൈബിളിൽ ഒരിടത്തും ദൈവപുത്രന്മാർ അല്ലെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് സംബോധന ചെയ്തിട്ടില്ല. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലും 2-ാം അധ്യായം 6-ാം വാക്യത്തിലും അവിടെ ദൈവപുത്രന്മാരെ കുറിച്ച് പറയുമ്പോൾ സാത്താനും അവരുടെ കൂടെ ചെന്നു നിന്നു എന്ന് പറയുന്നു. അപ്പോൾ ദൈവപുത്രന്മാരും വീഴ്ച സംഭവിച്ച ദൂതനായ സാത്താനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വ്യത്യാസപ്പെടുത്തിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ സിദ്ധാന്തപ്രകാരം ആ ഒരു ന്യൂനത അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂദായും പത്രോസും ഈ വിഷയങ്ങളെ കോട്ട് ചെയ്യുമ്പോൾ ഇവരെ ബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം സാത്താനോടൊപ്പം സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ദൂതന്മാർ അവർ സ്വതന്ത്രരായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സാത്താന്റെ സ്വാതന്ത്ര്യമുണ്ട്, സാത്താൻ ദൈവസേനയിൽ കടന്നു ചെല്ലുന്നുണ്ട്. സാത്താന്റെ ദൂതന്മാര് സാത്താന് വേണ്ടി വിശ്വാസികൾക്കെതിരെയും ദൈവത്തിനെതിരെയും പ്രവർത്തിക്കുന്നുണ്ട്. അവർ സ്വതന്ത്രരാണ്. എന്നാൽ ഈ കൂട്ടം, അതായത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവപുത്രന്മാർ എന്ന് പറയുന്ന കാറ്റഗറി ആളുകളെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്നാണ് യൂദായുടെയും പത്രോസിന്റെയും ലേഖനത്തിൽ വായിക്കുന്ന നമ്മളെ വാക്യങ്ങളിലേക്ക് വരും. അപ്പോൾ വീണുപോയ ദൂതന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുവാനായിട്ട് ചില ന്യൂനതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു വ്യക്തിയിൽ ദുരാത്മാവോ ഭൂതമോ കയറിയാൽ ആ വ്യക്തിക്ക് അമാനുഷിക ശക്തി ഉണ്ടാകുന്നു. പക്ഷെ അതിന്റെ ഔട്ട്കം അവന് പ്രത്യുൽപാദനം ചെയ്ത് മറ്റൊരു നിലയിലേക്ക് സന്തതിയെ ജനിപ്പിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ എവിടെയും കാണുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വീണുപോയ ദൂതനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നില്ല. അവരെ പ്രത്യേകമായിട്ട് ദൈവപുത്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനീയ പദവിയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തതായിട്ടുള്ള 3-ാമത്തെ സിദ്ധാന്തം, ശക്തരായ രാജാക്കന്മാരെയാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശക്തരായ രാജാക്കന്മാർ പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു വിഷയം വരുന്നത്, രാജാക്കന്മാർ എല്ലാ കാലത്തും പോളിഗാമി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ബോധിച്ച സ്ത്രീകളെയൊക്കെ വിവാഹം കഴിക്കുകയും അതിൽ പുത്രന്മാരുണ്ടാകുകയും ചെയ്താൽ രാജാക്കന്മാർ ഒരു ശീലം. നമ്മൾ ശലോമോനോടുള്ള ബന്ധത്തെ കാണുമ്പോൾ പോലും അത്രയും ഡെവലപ്പായിട്ട് മാനവ ചരിത്രം വന്നിട്ടും ശലോമോൻ അത്രയും 900-ലധികം ഭാര്യമാരെ ഒഫീഷ്യലി കൊണ്ടു നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് ആദിമകാലങ്ങളിൽ പോളിഗാമി ഉണ്ടായി എന്നുള്ളത് കൊണ്ട്, അത് തന്നെയല്ല, അങ്ങനെയുള്ള വിവാഹത്തിൽ മല്ലന്മാർ ഒരിക്കലും ജനിച്ചതായിട്ട് ചരിത്രത്തിൽ എവിടെയും നമ്മൾ കാണുന്നില്ല. ഇനി അടുത്തതായിട്ട് 4-ാമത്തെ ഒരു ചിന്താധാരയാണ് ദൈവദൂതന്മാരെ കുറിച്ചാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടാകേണ്ട 4 സിദ്ധാന്തങ്ങളാണ്. ഈ 4 സിദ്ധാന്തങ്ങളെ നമ്മളിങ്ങനെ നോക്കി അങ്ങ് പോകുക. ഒന്നാമത്തെ സിദ്ധാന്തം ശേത്തിന്റെ മക്കളെയാണ് ദൈവപുത്രന്മാരെന്ന് പറയുന്നത്. അതിന്റെ ഡീമെറിറ്റ് നമ്മൾ കണ്ടു. ദൈവമക്കളെ ഒരിടത്തും ദൈവപുത്രന്മാരെന്ന് സംബോധന ചെയ്തിട്ടില്ല. ശേത്തിന്റെ മക്കളെ എവിടെയും അങ്ങനെ വിളിച്ചിട്ടില്ല. അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ വിവാഹം ചെയ്യുന്നതുകൊണ്ട് അമാനുഷിക ശക്തിയുള്ള രാക്ഷസന്മാരോ മല്ലന്മാരോ ഉണ്ടായതായിട്ട് എവിടെയും ചരിത്രമില്ല. വീണുപോയ ദൂതന്മാരാണ് എന്ന് പറയുന്നു. എന്നാൽ വീണുപോയ ദൂതന്മാരെ എവിടെയും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിച്ചിട്ടില്ല. ദൈവപുത്രന്മാരോട് പറയുമ്പോൾ തന്നെ വീണുപോയ ദൂതനായിരിക്കുന്ന സാത്താനെ വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസേന നിൽക്കുവാനായിട്ട് ചെന്നു. സാത്താനും
കൂടെ ചെന്നു. അവിടെ വ്യത്യസ്തനായിട്ടാണ് സാത്താന്റെ നിലനിൽപ്പിനെ, നിലപാടിനെ അവിടെ വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ തന്റെ പ്രസൻസിനെ അവിടെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ശക്തരായ രാജാക്കന്മാര് പണ്ടത്തെ കാലത്ത് ദേവന്മാരെന്ന് വിളിച്ചിരുന്നു. പക്ഷെ ദൈവപുത്രന്മാരെന്ന് അങ്ങനെ വിളിക്കാറില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ കൺസിഡർ ചെയ്താൽ തന്നെ അവരിൽ നിന്ന് മല്ലന്മാര് ഉൽപ്പാദിച്ചു വന്നതായിട്ട് ചരിത്രമില്ല. നല്ല ആരോഗ്യ ദൃഢഗാത്രരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നെഫീലിം എന്ന വാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വിഷയം കൂടുതൽ മനസ്സിലാവും. നാലാമതായിട്ട് ദൈവ ദൂതന്മാരെ കുറിച്ചാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത്. ആ വിഷയം അല്പം വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിനങ്ങനെ പറയാനുള്ള കാരണം എന്ത്, അതിനുശേഷം ഏതാണ് ഇതിന്റെ ശരിയായ ആശയമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ അടുത്തായിട്ട് വരുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ, അതിനുവേണ്ടി എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബെനി ഹാ എലോഹിം എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ പുത്രന്മാർ. ഇനി നമ്മൾ ആ വിഷയം കൂടുതലായിട്ട് പഠിച്ചു വരുമ്പോൾ ആ വാക്ക് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 2-4 നമ്മളത് മെയിൻ ഹെഡിങ്ങിലായിട്ട് പറഞ്ഞു, ബെനിഹ എലോഹിം എന്ന് ഉപയോഗിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം, അവിടെയും ബെനിഹ എലോഹിം എന്നുള്ള വാക്കാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇയ്യോബ് 38-7 ബെനെ എലോഹിം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അത് ബെനിഹ എലോഹിമിന്റെ പാരലായിട്ടുള്ള, അതോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഒരു പ്രയോഗമാണ് ബെനെ എലോഹിം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 25 ബെനെ എലോഹിം എന്നതിന്റെ അരാമ്യ രൂപമായിരിക്കുന്ന ബാർ എലാഹിം എന്ന അരാമ്യ വാക്ക്, നമുക്കറിയാം ദാനിയേൽ പ്രവചനം മെയിൻലി അരാമ്യ ഭാഷയിലാണ് എഴുതിയത്. അപ്പൊ ബെനെ എലോഹിം എന്നതിന്റെ അരാമ്യ ഭാഷയായിരിക്കുന്ന ബാർ എലാഹിൻ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അവിടെ ദൈവദൂതൻ അല്ലെ ദൈവപുത്രനെ പോലെ ഒരു ദൂതനെ കണ്ടു എന്നാണ് രാജാവ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്, നമുക്കറിയാം ദൈവത്തിന്റെ പുത്രനായിട്ട് അവിടെ വെളിപ്പെടുന്നത് കർത്താവാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള പ്രത്യക്ഷതയോട് ചേർത്ത് ദൈവ വേദപഠിതാക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്കിലും അവിടെ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം, ഈ റെഫറൻസസ് ഈ വേദഭാഗങ്ങളിലെല്ലാം ബെനിഹ എലോഹിം ഈ എബ്രായ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ എല്ലാം സ്വർഗീയ ജീവികളെ കുറിച്ചാണ്. അല്ലെങ്കിൽ യേശു കർത്താവ് നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അപ്പൊ സ്വർഗീയമായിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പരാമർശിക്കുവാനായിട്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ വാക്ക് വെളിപ്പെടുത്തുന്ന സത്യമെന്ന് പറയുന്നത് ഇത് ഭൂമിയിലെ മനുഷ്യന്മാർ സ്വാഭാവിക മനുഷ്യന്മാരല്ല, അവരിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഈ 3-4 വാക്കുകളാണ്, ഈ വാക്യങ്ങൾ, ഈ റെഫറൻസ് ആണ് പ്രധാനം. ബെനിഹ എലോഹിം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ദൈവദൂതന്മാരോടുള്ള ബന്ധത്തിലാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. അത് കൃത്യമായിട്ട് പറയുന്നത് ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. 1-6 2-6 2-6 വാക്യം. 2-1 ഈ വാക്യം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ബെനിഹ എലോഹിം എന്ന് പറയുന്നുണ്ട്. ഇയ്യോബ് 2-1 അവിടെ കൃത്യമായിട്ട് പറയുന്നത് ബെനിഹ എലോഹിം, ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസന്നിധി നിൽക്കുവാനായിട്ട് ചെന്നു. അപ്പോൾ ദൈവമല്ല, ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന ദൈവത്തിന്റെ പുത്രന്മാർ ആരാണ്? ദൈവത്തിന്റെ സന്നിധി ചിലർ പറയുന്നുണ്ട് അത് ഇയ്യോബിന്റെ പുത്രന്മാർ തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇയ്യോബിന്റെ പുത്രന്മാർക്ക് ഒരിക്കലും ബെനിഹ എലോഹിം എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന വിഷയമല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നമ്മൾ അടുത്ത വാക്കിലേക്ക് കയറുമ്പോൾ നമ്മൾക്കൊക്കെ ചിന്തനീയമായിരിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തിന്റെ മക്കൾ. നമ്മൾ അപ്പുറം വായിച്ചത് സൺസ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവമക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ വിശ്വാസികൾ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ടാണ് ശേത്തിനെ സൺസ് ഓഫ് ഗോഡായിട്ട് ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പൊ ചിൽഡ്രൻ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എബ്രായ ഭാഷയിൽ ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ മക്കൾ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം, യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം. ഈ 2 സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബെനീം യാഹ്വേ എന്നാണ്, ബെനിഹ എലോഹിം എന്നല്ല. ബെനിഹ എലോഹിം എന്നുള്ളത് സ്വർഗീയ ജീവികളുള്ള ബന്ധത്തിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഹോശിയ 1-10 വരുമ്പോൾ ബെനെ ഏൽ എന്നാണ് അവിടെ ഇസ്രായേൽ ജനത്തെ ദൈവമക്കൾ എന്ന് സംബോധന ചെയ്യുമ്പോൾ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവമക്കൾ എന്നുള്ളതിന് ടെക്നാ തിയോ, യോഹന്നാന്റെ സുവിശേഷം 1-12, 1 യോഹന്നാൻ 3-2 പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവപുത്രന്മാർ എന്നതിന് എബ്രായ ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയായിരിക്കുന്ന സെപ്റ്റുവജിന്റിൽ ഹുയോയ് ടു എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം സൺസ് ഓഫ് ഗോഡ് എന്നാണ്.
എന്താണ് ഈ സെപ്റ്റുവജിന്റ്? സെപ്റ്റുവജിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ ബൈബിളിന്റെ ഗ്രീക്ക് പരിവർത്തനമാണ് ഈ സെപ്റ്റുവജിന്റ് അല്ലെങ്കിൽ LXX 70 എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ദാനിയേലിന്റെ കാലത്ത് ഇസ്രായേൽ ജനം യഹൂദന്മാർ മൊത്തം പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എബ്രായ ഭാഷയിൽ വേണ്ടത്ര പ്രാവീണ്യമില്ലാതെ വരികയും ഗ്രീക്ക് ഭാഷ അവരുടെ കോമൺ സംസാര ഭാഷയായിട്ട് മാറുകയും ചെയ്തപ്പോൾ ഭക്തരായിരിക്കുന്ന യഹൂദ പണ്ഡിതന്മാര്, അവര് ഗ്രീക്ക് ഭാഷയും പഠിച്ചു, ഗ്രീക്ക് അറിയാവുന്നവരാണ്, അവർ യഹൂദന്മാരുമാണ്. അവര് പരിഭാഷപ്പെടുത്തിയ 70 പേർ, LXX എന്ന് പറഞ്ഞാൽ 70 എന്നാണ് അർത്ഥം, 72 പേര് ചേർന്നാണ് ആ പരിഭാഷ നടത്തുവാനായിട്ട് റബിമാരുടെ സംഘം അല്ലെങ്കിൽ സ്ക്രൈബുമാരുടെ സംഘം തീരുമാനിച്ചത്. എന്നാൽ ആ പരിഭാഷ ഇടയ്ക്ക് 2 പേര് മരിച്ചുപോയി. ബാക്കി 70 പേരാണ് ഈ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷ തർജ്ജമ പൂർത്തീകരിച്ചത്. അതുകൊണ്ട് ആ തർജ്ജമയ്ക്ക് LXX അല്ലെങ്കിൽ സെപ്റ്റുവജിന്റ് അല്ലെങ്കിൽ ദി 70 എന്ന് പേര് പറയുന്നു. അപ്പോൾ ഈ 70 അല്ലെങ്കിൽ സെപ്റ്റുവജിന്റ് അല്ലെങ്കിൽ പഴയ നിയമ എബ്രായ ബൈബിളിന്റെ ഗ്രീക്ക് വിവർത്തനമായിരിക്കുന്ന സെപ്റ്റുവജിന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹുയോയ് ടൗ തിയു എന്നാണ്. എന്നാൽ നമ്മൾ ദൈവമക്കൾ എന്നുള്ളതിന് മേൽ കണ്ടത് ടെക്നാ തിയു എന്നുള്ള വാക്കാണ്. അപ്പൊ ഇത് തമ്മിൽ ഗ്രീക്ക് വാക്കുകളിൽ ഉപയോഗത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പരിഭാഷ അല്ലെങ്കിൽ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് സൺസ് ഓഫ് ഗോഡ്. എന്നാൽ 2 ട്രാൻസ്ലേഷനുകളിൽ, അതായത് LXXന്റെ വിവിധ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഏഞ്ചൽസ് ഓഫ് ഗോഡ് എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ വരുമ്പോൾ അത് ഡീറ്റെയിൽസ് അവിടെ പറയാം. LXX എന്ന് LXXൽ നമ്മള് ഒരു സെക്കൻഡ്, കോഡെക്സ് വറ്റിക്കാനസ് എന്ന് പറയുന്ന ട്രാൻസ്ലേഷനിൽ ഇവിടെ സൺസ് ഓഫ് ഗോഡ് എന്നതിന് കൃത്യമായിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽസ് ഓഫ് ഗോഡ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ സൺസ് ഓഫ് ഗോഡ് എന്നതുകൊണ്ട് യഹൂദന്മാർ, പഴയ നിയമ എഴുത്തുകാർ, പഴയ നിയമ ഭക്തന്മാർ, ഇസ്രായേൽ ജനം മനസ്സിലാക്കുന്നത് അത് സ്വർഗീയ ജീവിയാണ്, ഇവിടെയുള്ള ഭക്തന്മാരുടെ മക്കൾ ആണെന്നുള്ള ആശയമല്ല. അതാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം. ഇനി യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്കറിയാം, പത്രോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1:49 വരുമ്പോൾ അവിടെയും നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പുത്രൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹുയോസ് ടൗ തിയു എന്നാണ്. നമ്മൾ മുമ്പേ കണ്ട അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ആ വാക്ക് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ദാനിയേൽ പ്രവചനം 3:25 ഹുയോ തിയു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവപുത്രൻ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ മക്കളും ദൈവപുത്രനും എന്ന് ഉപയോഗിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ദൈവപുത്രൻ എന്നത് ആത്മീക ജീവികൾ അല്ലെങ്കിൽ സ്വർഗീയ ജീവികളോടുള്ള ബന്ധത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നമുക്കുള്ള പ്രശ്നം, ദൈവത്തിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ ദൂതന്മാർ, ഇപ്പൊ നമ്മൾ കണ്ടത് ദൂതന്മാരോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത്. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യ സ്ത്രീകളെ ഭാര്യമായി സ്വീകരിച്ചു എന്ന് തെളിയിക്കുവാൻ സഹായകമായ വേദവാക്യങ്ങളുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് പല ന്യായങ്ങളോട് നമ്മളെ വിഷയത്തിലേക്ക് വരും. അവിടെ യൂദായുടെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതാണ് ആ വാക്യം. എന്നാൽ അതിൽ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കാരണം അവിടെ പറയുക. അതുപോലെ സൊദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു, അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇവിടെ 2 കൂട്ടം ആളുകളെ പറയുകയാണ്. ആദ്യത്തെ വാക്യത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. അവിടെ ദൂതന്മാർ എന്ന് എക്സാക്ട്ലി എടുത്ത് പറയാം. ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. 7-ാം വാക്യത്തിൽ വരുമ്പോൾ അതുപോലെ, ഏതുപോലെ, ഈ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ പോലെ സൊദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് അയച്ചു. നമുക്കറിയാം, സൊദോമ്യ പാപം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹോമോസെക്ഷൽ, ലെസ്ബിയൻ, ബൈസെക്ഷൽ, ഇങ്ങനെയുള്ള സകല ദുർനടപ്പിന്റെ പാതകളാണ് ഈ സൊദോമിന്റെ പാപം എന്ന് പറയാം. സെക്ഷൽ സിൻസ്, അരാജകത്വം, ലൈംഗിക അരാജകത്വം, അതാണ് സൊദോം ഗൊമോറയുടെ നാശം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ പറയുന്നത് ദൂതന്മാർ സ്വന്തം വാസസ്ഥലം വിട്ട് മഹാദിവസത്തിന്റെ വിധിക്കായി ചങ്ങലക്കിട്ട് കിടക്കുന്നത് പോലെ സൊദോം ഗൊമോറ എന്ത് ചെയ്തു? അവര്
ദുർനടപ്പ് ആചരിച്ചു ഒന്ന്. രണ്ടാമത്തെ വിഷയം അന്യജഡം മോഹിച്ചു നടന്നതിനാൽ ഗോയിങ് ആഫ്റ്റർ സ്ട്രേഞ്ച് ഫ്ലഷ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ. ഇത് ഗോയിങ് ആഫ്റ്റർ. എന്താണ് ദൂതന്മാർക്ക് സ്ട്രേഞ്ച് ഫ്ലഷ്? നമുക്കറിയാം ദൂതന്മാരുടേത് ആത്മീക ശരീരമാണ്, മനുഷ്യൻ്റെത് ഭൗതിക ശരീരമാണ്, ഫ്ലഷ് ആണ്, മാംസവും രക്തവും അടങ്ങിയതാണ്. അതുകൊണ്ട് ദൂതന്മാരുടെ ശരീരത്തിന് സ്യൂട്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ല മനുഷ്യനുള്ളത്. ഇത് തന്നെയാണ് വിഷയം. ഇത് തന്നെയാണ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന വിഷയം. നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ വിഷയം മനസ്സിലാകും. ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യൂദായുടെ ലേഖനം 15-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ യൂദ പറഞ്ഞു വരുന്ന വിഷയത്തിൽ യൂദ കോട്ട് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. നമ്മൾ വായിക്കുന്നത് യൂദായുടെ ലേഖനം 15-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു. ഇതൊരു ഉദ്ധരണിയാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹാനോക്ക് ഇവരെ കുറിച്ച് പറയും. ഈ ഹാനോക്ക് എവിടെയാ പറഞ്ഞത്? നമ്മുടെ ബൈബിളിൽ ഹാനോക്കിന്റെ പുസ്തകമില്ല. അപ്പോൾ ഈ ഹാനോക്ക് എവിടെയാ പറഞ്ഞത് നമുക്കറിയണം. അതിന് നമ്മൾ സെർച്ച് ചെയ്യണം. ഹാനോക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ വിഷയം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹാനോക്ക് എന്ന് പറയുന്നത് ഒരു നോൺ കാനോനിക്കൽ എന്ന് പറഞ്ഞാൽ കാനോനിക ഗ്രന്ഥമല്ല. ഹാനോക്ക് എന്ന് പറയുന്ന പുസ്തകം BC 300 മുതൽ 100 കാലയളവിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ ബുക്ക് ഓഫ് ഹാനോക്ക് 1, 2, 3 എന്നായിട്ട് നിലയിൽ നമുക്ക് ഹാനോക്കിന്റെ പുസ്തകത്തിലെ വോളിയംസ് ഉണ്ട്. 1, 2, 3. അതിനകത്ത് ചാപ്റ്റർ ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. ആ ബുക്കിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു കാനോനിക ഗ്രന്ഥമല്ല. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഹൂദന്മാർ, അതായത് ഹാനോക്കിന്റെ കാലം മുതൽ നമുക്ക് 2 നിലയിലാണ് ദൈവവചനം യഹൂദന്മാരെ പ്രിസർവ് ചെയ്ത്, അല്ലെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളെ പ്രിസർവ് ചെയ്ത്. 1 ഓറലി, 2 റിട്ടേൺ, എഴുതിയും പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച, അല്ലെങ്കിൽ ആദാം മുതൽ മുന്നോട്ടുള്ള വംശാവലിയിൽ ഓരോ രംഗത്ത് സംഭവിച്ച വിഷയങ്ങളെ തലമുറകൾക്ക് സംസാരിച്ച ഓറലി വായ്മൊഴിയായിട്ട് പകർന്നു നൽകി ചിലര് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു. അതിൽ വായ്മൊഴിയായിട്ട് പകരപ്പെട്ട് മുന്നോട്ട് വന്ന ഒരു പുസ്തകം, ഒരു സംഭവമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരു സമാഹാരമാണ് ഈ ഹാനോക്കിന്റെ പുസ്തകം എന്ന് പറയുന്നത്. അതിപ്പോഴാണ് AD BC 300 കാലയളവിലാണ് ഇത് രേഖയാക്കിയത്. എന്നാൽ അതിനു മുമ്പ് തലമുറകളിൽ ഇത് എഴുതപ്പെട്ടു. അപ്പൊ ഹാനോക്കിന്റെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ എന്തു പറയുന്നത്? ഹാനോക്ക് അധർമ്മികളെയും അഭക്തരെയും ദൈവം ന്യായം വിധിക്കും, അല്ലെ? അവിടെ വായിക്കുന്നത് അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഹാനോക്കിന്റെ കാലത്ത് നടന്ന അധർമ്മ പ്രവൃത്തിയെ കുറിച്ചാണ് ഹാനോക്ക് സംസാരിക്കുക, അല്ലാണ്ട് 10 തലമുറയ്ക്ക് ശേഷമുള്ളതല്ല. അപ്പൊ ഹാനോക്ക് ജീവിച്ചിരുന്ന കാലയളവിൽ അന്ന് ഭൂമിയിൽ എന്ത് അധർമ്മവും അഭക്തിയുമാണ് സംഭവിച്ചത്, അതാണ് ഹാനോക്ക് പറയുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, എടുത്തുകൊള്ളപ്പെട്ടതിനെ പിന്നെ ആരും കണ്ടില്ല. പക്ഷെ ഹാനോക്ക് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ എടുത്തുകൊള്ളപ്പെടുവാനായിട്ടുള്ള കാരണം? അതാണ് നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ ഈ ഹാനോക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിലെ വിഷയമാണ്. 9-ാം വാക്യത്തിലെ ഉദ്ധരണിയാണ് ഇവിടെ യൂദ 15-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. അതേ വിഷയത്തോട് ചേർത്താണ് 5-ഉം 6-ഉം 7-ഉം വാക്യങ്ങളിലെ വിഷയങ്ങളിലും യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ആരാണ് ദൈവപുത്രന്മാർ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മളെ ലിങ്ക് ചെയ്യിക്കുന്ന വിഷയം ഇതാണ്. യൂദായുടെ ലേഖനം 1-6 വരുമ്പോൾ അവർ ദൈവദൂതന്മാരായിരുന്നു, അവർ അന്യജഡം മോഹിച്ചു. ദൂതന്മാരുടെ സ്പിരിച്വൽ ജഡത്തിന് ചേരാത്ത, സ്യൂട്ടാകാത്ത മാനുഷിക രക്തമുള്ള ജഡം അവര് തേടി. ഇനി ഇവിടെ ഈ സ്ക്രീനിൽ 6-2 കാണുന്ന അവിടുന്ന് 3 ഉദ്ധരണി, ഇഷ്ടംപോലെ ഉദ്ധരണികളുണ്ട്. അത് കാനോനിക് ബുക്ക് അല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ചില ബുക്ക് മാത്രം ഞാൻ എടുക്കുന്നു. ഇനി ഇതൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹാനോക്കിന്റെ പുസ്തകത്തിൽ യൂദായും പത്രോസും ഉദ്ധരണികൾ എടുത്തു എന്നുള്ളത് കൊണ്ട് ഈ പുസ്തകം കാനോനിക ഗ്രന്ഥമാകുന്നില്ല. എന്നാൽ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ പുസ്തകത്തിലെ ചരിത്ര വിഷയത്തെ അപ്പോസ്തലന്മാർ എടുത്തുദ്ധരിച്ചതുകൊണ്ട് ആ വിഷയങ്ങൾ, അവരെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്ന വിഷയങ്ങൾ വിശ്വാസ്യമാണ്, അത് ചരിത്രമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയങ്ങൾ കോട്ട് ചെയ്യുവാനായിട്ട് ഇവരൊരു, നമ്മൾ അതുപോലെ തന്നെ പൗലോസ് സംസാരിക്കുമ്പോഴും പല വിഷയങ്ങളും ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. ഇന്ന് നമ്മൾ വചന ശുശ്രൂഷ ചെയ്യുമ്പോഴും ചരിത്രകാരന്മാർ പറഞ്ഞ ലോകത്തിലെ പല സംഭവങ്ങളും നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. അതുപോലെ തന്നെ
ഇസ്രായേൽ ജനത്തിനിടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വാസ്യമായി കരുതപ്പെട്ട് മുമ്പോട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ 6:2 വരുമ്പോൾ നമ്മൾ ഈ ദൈവദൂതന്മാർ പാപം ചെയ്തു എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തെ ചിന്തിക്കുവാനായിട്ട് വരുന്ന അവിടുത്തെ ഉദ്ധരണി ഇതാണ്. 6-2 സ്വർഗത്തിന്റെ മക്കളായ ദൂതന്മാർ സ്ത്രീകളെ കണ്ട് മോഹിച്ചു, പരസ്പരം പറഞ്ഞു, വരൂ നമുക്ക് മനുഷ്യപുത്രന്മാരിൽ നിന്ന് ഭാര്യമാരെ തിരഞ്ഞെടുത്ത് നമുക്ക് കുട്ടികളെ ജനിപ്പിക്കാം. അത് ഒരു കാര്യമാണ്. അടുത്ത ഒരു ഉദ്ധരണി നമുക്ക് അതിനോട് ചേർത്ത് കാണാം. 7-2 വരുമ്പോൾ അവിടെ പറയുന്നത്, ഇത് ഉൽപ്പത്തി പുസ്തകം 6-2 മോശ പറയുന്ന അതേ വിഷയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ്. അവരിൽ ഓരോരുത്തൻ താൻ ബോധിച്ചവരെ ഭാര്യമാരായി തിരഞ്ഞെടുത്തു, അവരുടെ അടുക്കൽ ചെന്ന് അവരാൽ മാലിന്യപ്പെടുവാൻ തുടങ്ങി. അവർ ഗർഭം ധരിച്ചു, അതികായന്മാരായ മഹാമല്ലന്മാരെ പ്രസവിച്ചു. മല്ലന്മാരെന്നാണ് നമ്മുടെ ഭാഷയിൽ, നമ്മളതിന്റെ നെഫിലിംസ് എന്നാണ് എബ്രായ ഭാഷയിൽ, ജയൻസ് എന്ന് ഇംഗ്ലീഷിലും ജൈജാൻറ്റിസ് എന്ന് ഗ്രീക്കിലും പരിഭാഷപ്പെടുന്നു. മഹാമല്ലന്മാർ, രാക്ഷസന്മാരെ പോലെ അതികായന്മാരായ മക്കളെ അവർ ജനിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ ഈ യൂദായുടെ ലേഖനത്തിൽ ദൈവദൂതന്മാർ അന്യജഡം ആഗ്രഹിച്ചു എന്ന് പറയുന്ന വിഷയം നമ്മളെ ലിങ്ക് ചെയ്യിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം ഹാനോക്കിന്റെ പുസ്തകം തന്നെ 9-10 9-10 വാക്യങ്ങളാണ്. അവർ ഭൂമിയിലുള്ള മനുഷ്യപുത്രിമാരുടെ അടുക്കൽ ചെന്ന് സ്ത്രീകളോടൊപ്പം ശയിച്ചു, തങ്ങളെ തന്നെ മലിനമാക്കി, എല്ലാത്തരം പാപങ്ങളും അവർ മനുഷ്യർക്ക് വെളിപ്പെടുത്തി. സ്ത്രീകൾ രാക്ഷസന്മാരെ പ്രസവിച്ചു. അത് പച്ച മലയാളം കേട്ടോ. ചില മലയാളം ബൈബിളിൽ രാക്ഷസന്മാരെന്ന് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. മല്ലന്മാരെന്നാണ് നമ്മുടെ മലയാളം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മല്ലന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിൽ കുറച്ചുകൂടെ ശൗര്യവും ക്രൂരതയൊക്കെയുള്ള ജീവികളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് ജനിച്ചത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിലേക്ക് നമ്മൾ വരും. അങ്ങനെ ഭൂമി മുഴുവൻ രക്തവും അനീതിയും കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ പാപം കൊണ്ട് നിറഞ്ഞു. ഇതാണ് വഷളത്വമായിട്ടും ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഇസ്രായേൽ ജനം തലമുറകളായിട്ട് കൈമാറ്റം പകർന്നു കൊണ്ടുപോയ ഒരു ചരിത്ര വിഷയമാണ് ഇതെന്ന് കാണുവാനായിട്ട് കഴിയും. ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന 2-ാമത്തെ വാക്യമാണ് 2 പത്രോസ് 2:4. അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്: ഈ ദൈവദൂതന്മാരാണ് മനുഷ്യപുത്രിമാരുടെ അടുക്കൽ വന്നതിന് സഹായകമായിരിക്കുന്ന മറ്റ് വേദഭാഗങ്ങളുണ്ടോ? 1-ാമത്തെ വാക്യം യൂദായുടെ ലേഖനം 1-ാം 6-ാം വാക്യവും 7-ാം വാക്യവും 15-ാം വാക്യം, ഇത് മൂന്നും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ ദൂതന്മാരെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട്, അവര് ദൂതന്മാർ അന്യജഡം മോഹിച്ചതുപോലെ സൊദോം ഗൊമോറയിലെ വിശ്വാസികൾ സ്വവർഗാനുരാഗികളെ. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ലൈംഗിക വിവേചനം സ്ത്രീയും പുരുഷനും തമ്മില. എന്നാൽ അവിടെ എന്തു സംഭവിച്ചു? സ്വവർഗാനുരാഗം. പിന്നെ ലെസ്ബിയൻ. ഇന്ന് നമ്മൾ വെസ്റ്റേൺ കൺട്രീസ്, ഇന്നിപ്പോ നമ്മുടെ രാജ്യത്തും ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് കോമൺ ആയി ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറിയതുകൊണ്ട് ഇന്ന് നമുക്ക് പോലും അതിന്റെ ഗൗരവം. പക്ഷെ ദൈവം വെറുക്കുന്ന, ദൈവം ന്യായം വിധിക്കുന്ന പാപം, സൊദോം ഗൊമോറ ഇരയായിട്ട് കിടക്കുന്നത് ഈ പാപത്തിന്റെ പരിണിത ഫലമാണ് എന്ന് യൂദ വ്യക്തമായിട്ട് ഓർപ്പിക്കുമ്പോൾ അത് വളരെ ഭയാനകമായിരിക്കുന്ന ഒരു പാപമായിട്ടാണ് ദൈവം കാണുന്നത്, അന്യജഡം മോഹിക്കുക എന്നുള്ളത്. അപ്പൊ 2 പത്രോസ് 2:4 വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും, പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ചത് ബന്ധിക്കാത്രമാണ് വാക്യം. അതൊരു ഉദ്ധരണിയാണ്. ഹാനോക്കിന്റെ പുസ്തകം 10-ാം 2-6 വരെ ഉള്ള ഉദ്ധരണിയാണ് ഈ കൊട്ടേഷൻ. അപ്പം യൂദയും കോട്ട് ചെയ്തു, പത്രോസും കോട്ട് ചെയ്തു. രണ്ടുപേരും പറയുന്ന വിഷയം, യൂദ പറയുന്നത് അവൻ അന്യജഡം മോഹിച്ചു, സ്വന്തം വാസസ്ഥലം വിട്ടുപോയി. പത്രോസ് അതിന്റെ വിശദീകരണം പറയുകയാണ്. അതിനും ഉദ്ധരിക്കുന്നത് ഹാനോക്കിന്റെ പുസ്തകം തന്നെ. അവിടെ പറയുകയാണ്, പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസിൽ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. എന്തിന്? അന്ത്യന്യായവിധിയിൽ അവരെ ന്യായം വിധിക്കുവാനായിട്ട്. അപ്പൊ ഇത് ദൈവദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പാപം ചെയ്ത ഒരു കൂട്ടം ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പത്രോസും യൂദയും വ്യക്തമാക്കി വരികയാണ്. ഇനി അടുത്ത വിഷയം, നമ്മൾ ചേർന്ന് വരുന്ന വിഷയം, ഈ ദൂതന്മാർക്ക് വിവാഹവും പ്രത്യുൽപാദനവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും മക്കൾ ജനിക്കുകയും ചെയ്യും? ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ ദൈവദൂതന്മാരാണ് ദൈവപുത്രന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്. അപ്പൊ ഇതിനും നമ്മൾ എന്ത് വിഷയത്തിനും നമ്മൾ മറുപടി വചനത്തിലൂടെ തന്നെ സഞ്ചരിക്കണം വേണം. നമുക്ക് അതിന് ആവശ്യമായ പ്രകാശനം ദൈവത്തിന്റെ ആത്മാവ് തരിക. നമ്മൾ സ്വർഗത്തിലുള്ള ദൂതന്മാർക്ക് ദൈവം വിവാഹവും പ്രത്യുൽപാദനവും അനുവദിച്ചിട്ടില്ല. അത് സത്യം. മത്തായി സുവിശേഷം 22:30, മർക്കോസ് 12:25
ആ വിഷയം പറയുമ്പോൾ അതിനോട് ചേർത്ത വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കാത്ത നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ റെഫറൻസ് കൃത്യമായിട്ട് തരുന്നത്. നിങ്ങൾക്ക് ഈ വിഷയം പേഴ്സണലി പഠിക്കുമ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ വായിക്കുന്നത് ഈ സ്ത്രീകളും ഭർത്താക്കന്മാരും മരിച്ചു, ഇവര് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇത് ആരുടെ ഭർത്താവ് ആകും, ഈ സ്ത്രീകൾ ആര് ഭർത്താവാകും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവ് മറുപടി കൊടുക്കുന്ന അവിടെ പറയുന്നത് സ്വർഗത്തിൽ ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, പ്രത്യുൽപാദനവും നടത്തുന്നില്ല. കാരണം കോടാനുകോടി ദൂതന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി ഈ വിശ്വാസികൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് അവരെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകത, അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. ഇവിടെയും ദൈവപുത്രൻ എന്നുള്ളതിനെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സാക്ട് വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗീയ ജീവികളായി നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമെന്ന അതിന്റെ ആശയം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 20:34-36 വരുമ്പോൾ അവിടെ വായിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുകയുമില്ല. എന്തിനാ കർത്താവ് അങ്ങനെ ഉപയോഗിച്ചത്? അപ്പൊ ദൂതന്മാരെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെ ദൈവദൂതന്മാരെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ പറയാൻ ഒരു കാരണം, കർത്താവ് യഹൂദനായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചു വന്നത്. അപ്പൊ യഹൂദനായിരിക്കുന്ന കർത്താവിന് ഓറൽ ട്രഡീഷനായിട്ട് വന്ന വിഷയവും ഹാനോക്കിന്റെ പേരിൽ എഴുതപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് BC 300 കാലം എഴുതപ്പെട്ട ഹാനോക്കിന്റെ പുസ്തകം അവൈലബിൾ ആണ്, രേഖയിൽ അവൈലബിൾ ആണ്. ചാവുകടൽ ചുരുളുകളിൽ തിരുവെഴുത്ത് കിട്ടിയപ്പോൾ ആ കൂടെ ഹാനോക്കിന്റെ പുസ്തക ചുരുളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്ന് പറയുന്നത്, ഈ യഹൂദന്മാർ തങ്ങളുടെ പഠനത്തിൽ, വേദപഠനത്തിൽ ചരിത്ര വിഷയങ്ങൾ അറിയുവാനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ചരിത്ര പുസ്തകമാണ് ഹാനോക്കിന്റെ പുസ്തകം. എന്നാൽ എഴുത്തുകാർ ചില അഡീഷൻസ് ചേർത്തതുകൊണ്ട് മറ്റ് കാനോനിക ഗ്രന്ഥങ്ങളുടെ ഉപദേശ നിലപാടുമായിട്ട് വൈരുദ്ധ്യമായ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്കിലും അതുകൊണ്ട് അതിനെ കാനോനിക ഗ്രന്ഥമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിലെ ചരിത്രപരമായ വിഷയത്തെ പൂർവ്വകാല യഹൂദന്മാര് അംഗീകരിക്കുകയും കർത്താവ് ആ അംഗീകാരത്തെ നിഷേധിക്കാതെ ആ അംഗീകാരത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായി പറയുകയാണ്, സ്വർഗത്തിലെ ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ദൂതന്മാരെ കുറിച്ച് തന്നെയാണ് ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ കർത്താവും ആ വിഷയം അംഗീകരിക്കുന്നു, യൂദായും പത്രോസും ആ വിഷയം അംഗീകരിക്കുന്നു. ഇനി അവരുടെ വിവാഹത്തിന്റെ ഫലത്തെക്കുറിച്ച്, നെഫിലിംസ് അല്ലെങ്കിൽ മല്ലന്മാർ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6 2 വാക്യത്തിൽ വരുമ്പോൾ അവിടെ ആ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് സമ്പാദിച്ചു കൊണ്ടിരിക്കില്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഹാനോക്കിന്റെ പുസ്തകപ്രകാരം ഹാനോക്ക് ഈ വിഷയം എഴുതി വരുമ്പോൾ, ഹാനോക്കിന്റെ പുസ്തകത്തിൽ ചരിത്രപരമായിട്ട് ഈ വിഷയം എഴുതി വരുമ്പോൾ, യാരദ് എന്ന് പറഞ്ഞാൽ ഹാനോക്കിന്റെ വല്യപ്പനായിരിക്കുന്ന യാരദ്, 5-ാം അധ്യായം 18-ാം വാക്യം. യാരദിന്റെ കാലത്താണ് സ്വർഗത്തിലുള്ള ദൂതന്മാർ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അന്യജടം മോഹിച്ച് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായിട്ട് എടുത്തത്. അവിടെ രണ്ട് കാര്യം, അവർ ഭാര്യമാരായിട്ട് എടുത്തു എന്നുള്ള പ്രയോഗമാണ് 2 നിലകളിലും സംഭവിക്കാം. ഒന്ന് ബൈ ഫോഴ്സ് അല്ലെങ്കിൽ ബൈ വില്ലിങ്. എന്ന് പറഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിവാഹത്തിന് തയ്യാറായി ഈ സൗന്ദര്യമുള്ള യുവതികൾ നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സൗന്ദര്യമുള്ള സ്ത്രീകളെ ഇവർ ദൂതന്മാരാണ്, ഇവർക്ക് എടുത്തുകൊണ്ടു പോകുവാനും ബലം പ്രയോഗിക്കുവാനും സാധിക്കും എന്നുള്ള ആശയം അവിടെയുണ്ട്. അവിടെ ഭാര്യമാരായി എടുത്തു എന്ന പ്രയോഗം ഉള്ളതുകൊണ്ട് അതിന് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞാൽ അവിടെ ഒരു അവ്യക്തത ഉള്ളതുകൊണ്ടാണ് കൺഫ്യൂഷൻ മൊത്തം വന്നിരിക്കുന്നത്. എന്നാൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അവിടെ അവരെ ഭാര്യമാരായിട്ട് എടുത്തു. എന്നിട്ട് ഒരു വാക്ക് അവിടെ പറയാം, ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും സമ്പാദിച്ചുകൊണ്ടിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു പാപം നടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ അനേകരെ ദൈവം ആ കാലത്ത് എഴുന്നേൽപ്പിച്ചു. ഈ എഴുന്നേൽപ്പിച്ചതിൽ ഏറ്റവും ശക്തനായ വ്യക്തിയാണ് ഹാനോക്ക്. അത് ന്യായമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, യാരദിന്റെ കാലത്ത് ദൈവപുത്രന്മാർ മനുഷ്യ സ്ത്രീകളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട മല്ലന്മാർ അവിടെ ജനിക്കുവാനായിട്ട് സാഹചര്യം ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ ഹാനോക്ക് എന്ത് ചെയ്തു? ഇത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്, ഇത് അധർമ്മമാണ്, ലൈംഗിക അരാജകത്വമാണ്, ഇത് പാടില്ല എന്ന് ശക്തമായിട്ട് എതിർത്തത് കൊണ്ട് നമുക്കറിയാം, തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രവാചകനെയും പാപം ചെയ്യുന്ന വ്യക്തികൾ ഭൂമിയിൽ വെച്ചേക്കില്ല, കൊന്നുകളയും.
അപ്പോൾ അവിടെ പറയുകയാണ് ദൈവത്തിന്റെ പ്രവാചകനെ ദൈവം എടുത്തുകൊണ്ടുപോയി ഹാനോക്കിനെ. ഈ പ്രവാചനമാണ് നമ്മൾ യൂദയുടെ ലേഖനം 15 വായിച്ചത്. ഹാനോക്ക് സംസാരിച്ചു, ഹാനോക്ക് പ്രസംഗിച്ചു. വെറുതെ ദൈവം ഭക്തനായിട്ട് റൂമിൽ കണ്ണടച്ച് കയ്യും കുപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എടുത്തുകൊണ്ട് പോയതല്ല. അവിടെ പറയുന്ന പക്ഷേ ഏലിയാവിനെ ഇസബേല് ആഹാബോട് കൊല്ലുവാനായിട്ട് നോക്കുമ്പോൾ ഏലിയാവിനെ മരുഭൂമിയിലേക്ക് നടത്തിയതുപോലെ ഹാനോക്കിനെ ദൈവം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി എന്ന് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം. കാരണം എന്താ, ഇവിടെ അരാജകത്വം, ലൈംഗിക അരാജകത്വം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. ഈ ഒരു വിഷയത്തിൽ മാത്രം മനുഷ്യന് ഈ സുബോധം നഷ്ടപ്പെടും. ഇവിടെ ആരൊക്കെയാ? മനുഷ്യപുത്രന്മാരൊരിടത്ത്, മനുഷ്യപുത്രിമാരൊരിടത്ത് ഇവർ ഒരുമിച്ച് ദൈവത്തിന്റെ പ്രവാചകന്മാർക്കെതിരെ ചെയ്യുമ്പോൾ ഈ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, എന്ത് പറയുന്നു? എന്റെ ആത്മാവ് സദാകാലവും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യം, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മോശ പറയുകയാണ്, ആ കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. ഏതാണ്ട് BC 2350 ജലപ്രളയം ഉണ്ടാകുന്നത്. മോശ ഇത് എഴുതുമ്പോൾ BC 1446 1440 കാലയളവിലാണ് മോശ ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത്. 1446 നമുക്ക് കണക്കാക്കാം. ആദ്യത്തെ പുസ്തകമാണല്ലോ ഉൽപ്പത്തി പുസ്തകം. BC 1446 എഴുതുമ്പോൾ താൻ എഴുതുകയാണ്, ആ കാലത്ത്, അതായത് BC 2350 കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അടുത്ത സെന്റൻസ് എഴുതുകയാണ്, ദൈവപുത്രന്മാർ വീണ്ടും മനുഷ്യപുത്രിമാരുടെ അടുക്കൽ വന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആദ്യത്തെ ബാച്ച് വന്നു, അവർ ഈ പാപത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം അതിനെതിരെ ശക്തമായിട്ട് ഹാനോക്ക് മുഖാന്തരം ശക്തമായിട്ട് സംസാരിച്ചു. മറ്റ് പ്രവാചകന്മാർ, ഭക്തന്മാരായിരിക്കുന്ന വ്യക്തികൾ മുഖേന ശക്തമായിട്ട് സംസാരിച്ചെന്നാൽ ഇവരാരും രണ്ടു കൂട്ടരും മനം തിരിഞ്ഞില്ല, പിന്നെയും പാപം തുടർന്നു. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കീർത്തി കേട്ട പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഈ തലമുറ, ഈ രാക്ഷസ തലമുറ ഡോമിനേറ്റിംഗ് ഫിഗേഴ്സ് ആയിട്ട്, ഏകദേശം നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയാൽ ഈ യാരദിന്റെ കാലം മുതൽ നോഹ ജലപ്രളയം അടുത്ത് വരുന്ന കാലം വരെ കണക്കൂട്ടൽ ഏകദേശം 1100 വർഷങ്ങളുടെ കണക്ക് അവിടെ വരുന്നുണ്ട്. അത്രയും വർഷം ഈ ഒരു ഇന്റർ കാസ്റ്റ് മാരേജ്, ഇന്റർ സിസ്റ്റം ഇത് നടന്നു. അതുകൊണ്ട് വലിയൊരു കൂട്ടം മല്ലന്മാർ അവിടെ, രാക്ഷസ സമൂഹം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വിഷയത്തിൽ മല്ലന്മാർ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വിഷയം രാക്ഷസ രൂപം എന്നാണ് ചില മലയാള ഭാഷാന്തരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ജയൻസ് എന്നും ഗ്രീക്കിൽ ജൈജാൻറ്റിസ് എന്നും നമ്മൾ കാണുന്നു. ആ വാക്കിൽ നിന്നാണ് ജയൻസ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ഇത് ജയൻസ് എന്നുള്ള വാക്ക് നമ്മൾ വരുന്നത്, ഈ ജൈജാൻറ്റിസ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ വരുന്ന ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ്. അവിടെ അവരുടെ വീക്ഷണപ്രകാരം ദേവന്മാരും മനുഷ്യ സ്ത്രീകളും തമ്മിൽ സംഗമിച്ചുണ്ടാകുന്ന അമാനുഷിക ശക്തിയുള്ള, അമാനുഷിക രൂപമുള്ള, എന്ന് പറഞ്ഞാൽ അമാനുഷിക രൂപം മനുഷ്യന്റെ രൂപം തന്നെയാണ്, പക്ഷെ അവരുടെ ഹൈറ്റും വെയിറ്റും ആകാരമൊക്കെ രൂപം ഭീകരമായിരിക്കുന്ന രൂപമാണ്. അവരെ രാക്ഷസന്മാർ, ജയൻസ്, മല്ലന്മാർ എന്നൊക്കെ അവർ വിളിക്കുന്നു. ആ ഒരു വാക്കിൽ നിന്നാണ് ജൈജാൻറ്റിസ് എന്നുള്ള വാക്ക് വന്നത്. ആ വാക്ക് തന്നെ എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഭക്തന്മാരായിരിക്കുന്ന യഹൂദന്മാർ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്തുന്ന വിഷയം, ഇത് വലിയൊരു പാപത്തിന്റെ ഫലമാണ് ഈ സന്തതികളെന്നാണ്. പിന്നെ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമ്മൾ മല്ലന്മാർ എന്നുള്ള വാക്ക് ആദ്യം കാണുന്നത്. പിന്നീട് കാണുന്നത് സംഖ്യാപുസ്തകം 13:33 അവിടെ നമുക്കറിയാവുന്ന വിഷയമാണ്, കനാൻ ദേശത്ത് ഇസ്രായേൽ ജനം പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവരെ കണ്ടിട്ട് അവർ അനാക്യ മല്ലന്മാർ എന്നുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അനാക്യരെ കണ്ടിട്ട് നെഫിലിംസ് ആണെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ ഞങ്ങൾ വിട്ടലിനെ പോലെ അല്ലെ വളരെ ലഘുവായിട്ട് തോന്നി എന്ന് പറഞ്ഞ് പേടിച്ചരണ്ട് തിരിച്ചു പോരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എന്താ അങ്ങനെ വരാനായിട്ടുള്ള കാരണം? ഈ അനാക്യരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ വന്നത് ഇവരുടെ പിതാക്കന്മാർ പറഞ്ഞു കൊടുത്ത ഈ സന്തതികളെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നെഫിലിംസിനെ കുറിച്ചാണ് അവരുടെ മനസ്സിൽ ഓർമ്മ വന്നത്. അത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ഭയപ്പെട്ട് പിന്മാറുവാനായിട്ട് ഇടയായി. എന്നാൽ ആ മല്ലന്മാർ ഈ മല്ലന്മാരല്ലാന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നെഫിലിംസ് എന്ന് പറയുന്ന ആളുകളല്ല ഈ കനാൻ ദേശത്ത് ഇവർ കണ്ടത്. പിന്നെ അതിനകത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, 2 ഓപ്ഷനുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം, ഇവർ ബേസിക്കലി യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ ഉറ്റുനോക്കുവാനായിട്ട് ചെല്ലുമ്പോൾ ഇവരെ രൂപം കണ്ട് ഭയപ്പെട്ടിട്ടാണ് ഇവര് നെഫിലിംസ് ആണെന്ന് അല്ലെങ്കിൽ മല്ലന്മാരാണ് എന്ന് പറയുവാനായിട്ട് ഇടയായത്. എന്നാൽ പിന്നീട്
സെക്കൻഡ് റൗണ്ട് യോശുവയും ഇസ്രായേൽ ജനവും കടന്ന് കനാൻ ദേശത്ത് വരുമ്പോൾ ഈ അനാക്യരെ ഇവരെ തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യർ അനാക്യരെ തോൽപ്പിക്കുന്നു. എന്നാൽ നെഫിലിംസിന്റെ കാര്യത്തിൽ അത് പോസിബിൾ അല്ല. അതാണ് അതിന്റെ പ്രശ്നം. അത് ദൈവത്തിന് മാത്രമേ അവരെ തോൽപ്പിക്കാൻ, യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ യഹോവ നേരിട്ട് നശിപ്പിച്ച ഒരു തലമുറയായിട്ടാണ് നെഫിലിംസ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇനി മല്ലന്മാരുടെ ചില വംശത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, നമ്മുടെ സമയം തീരാറായി. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് എക്സ്ട്രാ പോകും. എന്നാൽ ഇന്നത്തെ കൂടെ ആ വിഷയം തീർത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. മല്ലന്മാരുടെ ചില വംശത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ പിന്നെയും കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യം, അബ്രഹാം മല്ലന്മാരെയും കൂട്ടിയാണ് ലോത്തിന്റെ കയ്യിലുള്ളവരെ വിടുവിക്കാനായിട്ട് പോകുന്നത്. അവിടെ മല്ലന്മാർ എന്നുള്ള വാക്ക് മലയാളത്തിലുണ്ട്, പക്ഷെ ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന രഫായിം എന്ന വാക്കാണ്. ശക്തിയേറിയ ആളുകൾ എന്നെ, അല്ലെ ആരോഗ്യ ദൃഢഗാത്രന്മാരായ മറ്റു മനുഷ്യരെക്കാൾ അവർക്ക് ഹൈറ്റും വെയിറ്റും ഉണ്ട്. പക്ഷെ നെഫിലിംസ് അല്ല, അവിടെ രഫായിം എന്നുള്ള വാക്കാണ്. ആ വാക്ക് നമ്മൾ ഉൽപ്പത്തി 14:5, ആവർത്തനം 2:11, യോശുവ 12:4, അനാക്കേറ്റ്സ് എന്നുള്ള വിഷയം നമ്മൾ കാണുന്നുണ്ട്. ആവർത്തനം 1:28 അനാക്യരെ കുറിച്ച് വായിക്കുന്നു. അതൊരു മല്ലന്മാരുടെ തലമുറ. അനാക്യരെ കണ്ടപ്പോഴാണ് ഇവർക്ക് എന്ത് തോന്നിയത്? നെഫിലിംസ് ആണെന്ന് തോന്നിയത്. അനാക്യരാണ്. അതൊരു ആരോഗ്യമായിരിക്കുന്ന സാധാരണ മനുഷ്യരെക്കാട്ടിലും ഹൈറ്റും വെയിറ്റും കൂടുതലുള്ള ഒരു തലമുറയാണ് അവര്. പിന്നെ നമ്മൾ കാണുമ്പോൾ ഏമീർ എന്ന് പറയുന്ന ഒരു കൂട്ടരൊക്കെ, അവരും മല്ലന്മാരാണ്, സാധാരണ മനുഷ്യരെക്കാളും ഹൈറ്റും വെയിറ്റും ഉള്ള ആളുകളാണ്. സംസുമ്യർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആവർത്തന പുസ്തകം 2:20-21. ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്ന വിഷയം ദൈവത്തിന്റെ പുത്രന്മാർ ദൈവദൂതന്മാരാണെന്ന് തെളിയിക്കുന്ന ബാഹ്യമായ തെളിവുകൾ. അപ്പൊ ഞാൻ പറഞ്ഞ തെളിവുകളാണോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിന്റെ ബാഹ്യമായ തെളിവുകൾ എന്തൊക്കെയാണ്? യഹൂദ ചരിത്രകാരനായിരിക്കുന്ന ജോസീഫസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. യഹൂദന്മാരുടെ ചരിത്രം കൃത്യമായിട്ട് എഴുതി വരുന്ന വ്യക്തിയാണ് ജോസഫസ്. ഇന്ന് ജൂബിഷ് ഹിസ്റ്ററി പഠിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് ജോസഫസ്. അദ്ദേഹം കേവലം ഒരു ചരിത്രകാരൻ മാത്രമല്ല, യഹൂദ റബ്ബിയാണ്, സ്ക്രൈബാണ്. അങ്ങനെ വളരെ പണ്ഡിതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫസ്. താന് ഈ AD 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളാണ് ജോസഫസ്. അദ്ദേഹം ഈ ദൂതന്മാരെ കുറിച്ച് പറയുന്ന വാക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. മലയാള ഭാഷയിൽ നമുക്ക് പറയാം, ദൈവത്തിന്റെ പല ദൂതന്മാരും സ്ത്രീകളോടൊപ്പം പോയി സ്വന്തം ശക്തിയിലുള്ള ആത്മവിശ്വാസ നിമിത്തം അന്യായരെന്ന് തെളിയിക്കപ്പെട്ടവരും എല്ലാ നന്മകളെയും വെറുക്കുന്നവരുമായ പുത്രന്മാരെ ജനിപ്പിച്ചു. കാരണം ഗ്രീക്കുകാർ ഭീമന്മാർ എന്ന് വിളിക്കുന്നവരുടെ പ്രവൃത്തികൾക്ക് സമാനമായ കാര്യങ്ങൾ ഈ പുരുഷന്മാർ ചെയ്തു എന്നതാണ് യഹൂദ പാരമ്പര്യം. ഇത് ചുമ്മാ ഒരു പാരമ്പര്യമല്ല, ഓറൽ ഹിസ്റ്ററി എന്നാണ് അതിന്റെ ആശയം. യഹൂദന്മാരുടെ ഇടയിൽ പാരമ്പര്യമായിട്ട് ജോസീഫസ് അടക്കം കേട്ടതും പഠിച്ചതുമായിരിക്കുന്ന ഒരു ചരിത്രമാണ് ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യ സ്ത്രീകളോടുകൂടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അന്യായമായ ബന്ധത്തിലൂടെ ഉണ്ടായി അന്യായ സ്വഭാവമുള്ള ഒരു കൂട്ടര്, തെളിയിച്ചപ്പെട്ട ഒരു കൂട്ടര്, അവർ സകല നന്മയും വെറുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഈ ദൂതന്മാര് പാപം ചെയ്തു. ദൂതന്മാർക്ക് ഒരു കുഴപ്പമാണ്, മനുഷ്യന്മാരെക്കാൾ ജ്ഞാനമുള്ളവരാണ് ദൂതന്മാര്. അപ്പൊ സകലവിധ പെർവേർഷൻസ് മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് ഈ ദൂതന്മാരാണ് എന്നാണ് ജോസഫസ് പറഞ്ഞു വരുന്നത്. ഇതാണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ഇനി നമ്മൾ അടുത്ത തെളിവിലേക്ക് പോകുമ്പോൾ സഭാപിതാക്കന്മാരുടെ നിലപാടുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഞാനിത് വെറുതെ പറഞ്ഞു വന്നത് ഈ ദൈവദൂതന്മാരാണ് എന്നുള്ള ആശയം പറഞ്ഞു വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന തെളിവുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യത്തെ 2-3 വിഷയങ്ങൾ നെഗറ്റീവ്സ് കണ്ടു. ഈ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ അതിന്റെ പല വശങ്ങൾ കാണുകയാണ്. ആദ്യമായിട്ട് പറഞ്ഞത് ജസ്റ്റിൻ മാർട്ടിയർ ആണ്. നമുക്കറിയാവുന്ന ആളാണ്. AD 100 നമ്മൾ ഓൾറെഡി കണ്ടു. AD 325 ഇത് ശേത്തിന്റെ മക്കളാണ് എന്നുള്ള ഉപദേശം വരുന്നത്. അതുവരെ ഇത് ദൈവദൂതന്മാരാണ് എന്നാണ് ആദിമകാല സഭയും ഇസ്രായേൽ ജനവും യഹൂദന്മാരും മനസ്സിലാക്കിയിരുന്നതും അവർ വ്യാഖ്യാനിച്ചതും ചരിത്രകാരനായിരിക്കുന്ന ജോസഫസ് കോട്ട് ചെയ്തതും അതേ വിഷയം തന്നെ. അപ്പൊ AD 100 ജസ്റ്റിൻ മാർട്ടിയർ പറഞ്ഞേക്കുന്ന വിഷയം, ദൈവം മനുഷ്യരുടെയും ആകാശത്തിന് കീഴിലുള്ള സകലത്തിന്റെയും സംരക്ഷണം അവൻ അവരുടെ മേൽ നിയമിച്ച ദൂതന്മാരെ ഏൽപ്പിച്ചു. ഈ ഹാനോക്കിന്റെ പുസ്തകത്തിൽ വാച്ചസ് എന്നാണ് ദൂതന്മാരെ സംബോധിച്ചത്, കാവൽക്കാര്. ദ ബുക്ക് ഓഫ് വാച്ചേഴ്സ് എന്നാണ് ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ പേര്. അപ്പോൾ ഇവിടെ പറയാം ദൂതന്മാരെ ഏൽപ്പിച്ചു. മനുഷ്യർക്ക് കാവൽക്കാരായ ദൂതന്മാരുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ മനുഷ്യരെ
കാവൽ ചെയ്യുവാനായിട്ട് സംരക്ഷിക്കുവാനായിട്ട് ഏൽപ്പിച്ചിരുന്ന ഒരു കൂട്ടം ദൂതന്മാർക്ക് മനുഷ്യ സ്ത്രീകളെ കണ്ടപ്പോൾ അവരുടെ നിലയും വിലയും മറന്ന്, അവരുടെ ആവാസ വ്യവസ്ഥ മറന്ന്, ദൈവത്തിന് അവരെ കുറിച്ചുള്ള പദ്ധതി മറന്ന് അവർ ഈ ഒരു ഉദ്യമത്തിന്, പാപത്തിന്, ലംഘനത്തിന് ഇറങ്ങിത്തിരിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ ദൂതന്മാർ ഈ നിയമനം ലംഘിച്ചു സ്ത്രീകളോടുള്ള സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് പിശാചുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന കുട്ടികളെ ജനിപ്പിച്ചു. ഈ പിശാച് എന്ന് പറഞ്ഞാൽ സാത്താന്റെ ദൂതന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറയാണ് പെർവേർഷൻ, ദ സിൻഫുൾ ജനറേഷൻ. അതാണ് ശരിയായ ആശയം. അദ്ദേഹത്തിന്റെ മനുഷ്യരെ മാന്ത്രിക വിദ്യയും മറ്റ് വിലക്കപ്പെട്ട കലകളും പഠിപ്പിച്ചത് ഇവരാണെന്നാണ് ജസ്റ്റിൻ മാർട്ടിയർ പറയുന്നത്. സെക്കൻഡ് അപ്പോളജി എന്ന് പറയുന്ന പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ ഈ വിഷയം പറയുന്നു. ഇനി അതുപോലെ തന്നെ തെർത്തുല്യൻ AD 155 കാലയളവില് അവിടെ പറയുന്നത് സ്ത്രീകളോടുള്ള കാമം നിമിത്തം ദൂതന്മാരുടെ പതനത്തെക്കുറിച്ച് തെർത്തുല്യൻ ചർച്ച ചെയ്തു. മാന്ത്രികതയുടെയും ജ്യോതിഷത്തിന്റെയും ഉത്ഭവം ഈ ദൂതന്മാരുടെ സന്തതി, അതായത് ഈ നെഫിലിംസിന്റെ പ്രോഡക്റ്റ് ആണ് എന്ന് വ്യക്തമായിട്ട് തെർത്തുല്യൻ പറയുന്നുണ്ട്. അതുപോലെ ലിയോൺസിലെ ഐറോനിയസ് AD 130 കാലയളവില് അദ്ദേഹവും പ്രളയത്തിന്റെ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ജലപ്രളയത്തിന്റെ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ആദാമിന്റെ വംശത്തിൽ പാപം ചെയ്ത ദൂതന്മാർ കൂടിച്ചേർന്നത് കൊണ്ടാണ് എന്ന് ഐറേനിയസ് വ്യക്തമായിട്ട് പറയുന്നു. എഗനിസ്റ്റ് ഹെറസിസ് ബുക്ക് 4 ചാപ്റ്റർ 36 ആൻഡ് സെക്ഷൻ 4. ഇനി ഉപസംഹാരത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇനി സമ്മറി, ഇനി ഒരു 5 മിനിറ്റൂടെ എടുത്ത് നമ്മൾ ഈ വിഷയം, ഇത്രയും നേരം പറഞ്ഞു വന്ന വിഷയങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഇനി പോയിന്റ് ബൈ പോയിന്റ് അങ്ങ് പറയാൻ പോകാം. അപ്പൊ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനും അതിന്റെ ഒരു ഈ ഇത്രയും നേരം പറഞ്ഞ വിഷയത്തിന്റെ ഒരു ഔട്ട്പുട്ട്, പല കാര്യങ്ങളും പലർക്കും മിസ്സായിട്ടുണ്ട്, ചിലർ ലേറ്റ് ആയിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ചേർത്ത് പോയിന്റ് ആയിട്ട് ഒരു 4-5 പോയിന്റ് ആയിട്ട് തന്നെ സമ്മറൈസ് ചെയ്യാൻ പോവുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞ വിഷയങ്ങളുടെ ആകത്തുക. ഉൽപ്പത്തി 6-ൽ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവദൂതന്മാരെ കുറിച്ചാണ്. ഞാൻ ഇത്രയും വിഷയങ്ങൾ പഠിച്ചതിന്റെ ബോധ്യത്തിൽ ഞാൻ പറയുന്ന വിഷയം എന്റെ കൺവിക്ഷൻ ആണ്. നിങ്ങൾക്ക് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, എന്റെ കൺവിക്ഷൻ അത് ദൈവദൂതന്മാരെ കുറിച്ചാണ്. മനുഷ്യരെ കാവൽക്കാരായി ശുശ്രൂഷ ചെയ്തു വന്നിരിക്കുന്ന ഒരു കൂട്ടം ദൂതന്മാർ മനുഷ്യപുത്രിമാരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി തങ്ങളുടെ വിലയും നിലയും സ്ഥാനവും എന്ന് പറഞ്ഞാൽ അവരെ എവിടെ എന്ത് സ്ഥാനത്ത് ദൈവമാക്കി എന്നുള്ള വിഷയം അവർ മറന്ന് മനുഷ്യപുത്രിമാരെ ഭാര്യമാരായി എടുത്ത വഷളത്വം പ്രവർത്തിച്ചു. അപ്പോൾ ഇവിടെ ഓൾറെഡി വന്ന ചോദ്യം, ദൂതന്മാർക്ക് ലൈംഗിക ബന്ധത്തിനുള്ള കഴിവുണ്ടോ എന്നാണ് നമുക്ക് പ്രശ്നം വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവദൂതന്മാർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെയും, ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ ലോത്തിന്റെ സമയത്ത് സ്വദോം ഗൊമോറയിൽ ദൈവത്തിന്റെ ദൂതന്മാർ 3 പുരുഷന്മാർ ചെന്നു. ദൈവത്തിന്റെ ദൂതന്മാരാണ് രണ്ടുപേര് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പട്ടണത്തിലെ പുരുഷന്മാർ ഓടിക്കൂടി ഞങ്ങൾക്ക് അവരെ ഭോഗിക്കാൻ തരണമെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താ? അവര് റിയൽ മനുഷ്യരായിട്ടാണ് അവിടെ വന്നത്. അതുകൊണ്ട് അവർക്ക് മാനുഷികമായിരിക്കുന്ന എല്ലാ കഴിവുകളും വികാരങ്ങളോട് തീരുമാനങ്ങളും എടുക്കും. അവർ ഭക്ഷണം കഴിക്കുന്നു, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നു, കരയുന്നവരോട് കരയുന്നു. അവർക്ക് അതിനുള്ള കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവം അവരെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം പ്രത്യുൽപാദനമല്ല, ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ആ സ്ഥാനം മറന്ന് അവർ മനുഷ്യപുത്രിമാരുടെ അടുക്കൽ വന്നതുകൊണ്ടാണ് നെഫിലിംസ് എന്ന് പറഞ്ഞ രാക്ഷസ സമൂഹം ഭൂമിയിൽ ഉണ്ടായത്. അതിന്റെ ആത്യന്തിക ഫലമാണ് ജലപ്രളയം. അപ്പോൾ ഇവിടെ പറയുന്നത് അവരെ ദൈവം അവരുടെ പാപനിമിത്തം ബന്ധിച്ചു അന്ത്യന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ഇൻസിഡന്റ് ആ വിവരണം പ്രകാരം ഒന്നിലധികം പ്രാവശ്യം ഈ സമയം ഏകദേശം 800 വർഷത്തെ കാലയളവ് നമ്മൾ യാരദിന്റെ ജനനം മുതൽ നോഹയെ ദൈവം വിളിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ പെട്ടകം പണിയുന്നത് വരെയുള്ള കാലങ്ങൾ കണക്ക് കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 1150 പരം വർഷങ്ങളുടെ ഒരു കാലയളവ് വരുന്നുണ്ട്. ഈ കാലയളവിൽ ഭൂമിയിൽ ദൈവപുത്രന്മാർ ഒന്നിലധികം പ്രാവശ്യം വരികയും മനുഷ്യപുത്രന്മാരുമായി സംഗമിക്കുകയും വലിയൊരു വഷളത്വം നിറഞ്ഞ തലമുറ ഭൂമിയിൽ ഉണ്ടാകുകയും ചെയ്തു. ഈ തലമുറയോടാണ് അവരുടെ അധർമ്മവും അഭക്തിയും കണ്ട് മനസ്സ് തഴമ്പിച്ചു പോയ ഹാനോക്ക് അവർക്കെതിരെ ശക്തമായിട്ട് പ്രസംഗിച്ചത് കൊണ്ടാണ് അവരെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വരികയും അവിടെ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ ദൈവം അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ന്യായമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ അതിന് തെളിവായിട്ട് അന്ത്യന്യായ ഈ കാറ്റഗറി ദൂതന്മാർ, സാത്താന്റെ കൂടെ വന്ന ദൂതന്മാർ ബന്ധിച്ചതായിട്ട് വചനത്തിൽ എവിടെയും പറയുന്നില്ല. എന്നാൽ ഈ അതിക്രമം, ലൈംഗിക അതിക്രമം ചെയ്ത ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തു? ജലപ്രളയത്തിന് ശേഷം, ജലപ്രളയത്തോടു കൂടി അവർക്ക് ഫൈനൽ ജഡ്ജ്മെന്റ് ഒരു സെക്ഷൻ അങ്ങ് കൊടുത്തു. അവരെ ബന്ധിച്ച് ചങ്ങലക്കിട്ടു. അവരെ പിന്നീട് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ബന്ധിച്ചു കളഞ്ഞു. അന്ത്യന്യായവിധിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. ഈ വിഷയം ഹാനോക്കിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ ഉദ്ധരണങ്ങളും നമുക്ക് കവർ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടതാണ്. അപ്പോൾ ഇവിടെ യൂദയുടെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. അവർ അന്യജഡം മോഹിച്ചത് കൊണ്ടാണ് ആ ദൂതന്മാരെ ദൈവം ബന്ധിച്ചത്.
ഈ അന്യജടം മോഹിച്ച ചരിത്രം വചനത്തിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിലാണ്. അടുത്തതായിട്ട് മോശ അടക്കമുള്ള പഴയ നിയമ ഭക്തന്മാരും യഹൂദ പാരമ്പര്യവും ദൈവത്തിന്റെ പുത്രന്മാർ ദൈവദൂതന്മാരാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. നമുക്കറിയാം ബെനിഹ എലോഹിം എന്നുള്ള വാക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും ഉപയോഗിച്ചത് മോശയാണ്. മോശയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ബെനിഹ എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ്, ദൂതനാണ്, സ്വർഗീയ ജീവിയാണെന്ന് വ്യക്തമായിട്ട് മോശയ്ക്കറിയാം. അത് മോശ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഉൽപ്പത്തി 6-ലും ഇയ്യോബിന്റെ പുസ്തകത്തിലും ദൈവപുത്രന്മാർക്ക് ബെനിഹ എലോഹിം എന്ന വാക്ക് മോശ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ അത് ദൂതന്മാരാണെന്ന് വ്യക്തമാക്കി തന്നിട്ടുമുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ വാമൊഴിയായി പകരപ്പെട്ട ചരിത്രത്തെ അപ്പോസ്തലനായ പത്രോസും യൂദയും എടുത്തുദ്ധരിച്ചുകൊണ്ട് ദൈവപുത്രന്മാർ ദൈവദൂതന്മാരായിരുന്നു എന്നും അവരെ ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നും വ്യക്തം നമ്മൾ വാക്യം കണ്ടതാണ്. അതുകൊണ്ട് വാക്യം റിപ്പീറ്റ് ചെയ്യുന്നതിന്. അടുത്ത പോയിന്റ്, യഹൂദ ചരിത്രകാരനായിരിക്കുന്ന ജോസേഫസും ആദിമകാല സഭാപിതാക്കന്മാരും ക്രിസ്താബ്ദം, അതായത് AD 3-ാം നൂറ്റാണ്ട് വരെ ഉൽപ്പത്തി 6-ലെ ദൈവപുത്രന്മാർ ദൈവദൂതന്മാരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ചരിത്രരേഖ. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ വിവർത്തകരും ബെനിഹ എലോഹിം ദൈവപുത്രന്മാർ ദൈവദൂതന്മാരാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. സെപ്റ്റുവജിന്റിൽ ദൈവപുത്രന്മാർ എന്നതിന് ദൈവദൂതന്മാർ എന്ന് തന്നെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ, അതായത് എബ്രായ പണ്ഡിതന്മാര്, ഹീബ്രു സ്കോളേഴ്സ് എബ്രായ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ദൈവവചനത്തിൽ അല്ലെങ്കിൽ ദൈവപുത്രന്മാർക്ക് ഏഞ്ചൽസ്, സൺസ് ഓഫ് ഏഞ്ചൽസ് എന്ന് തന്നെ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് അവരുടെ പരിശുദ്ധാത്മ നടത്തിപ്പിലുള്ള ബോധ്യമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പുനരുദ്ധാന ശരീരത്തെക്കുറിച്ച് യേശു കർത്താവ് പറയുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ എന്ന വിശേഷണം ചേർത്തു പറയുവാനായിട്ടുള്ള കാരണം, സ്വർഗം വിട്ട് മനുഷ്യ അന്യജഡവുമായിട്ട് വഷളത്വം ചെയ്ത ആ ജഡമോഹികളായ ദൂതന്മാർ എന്നുള്ള യഹൂദ കൺസെപ്റ്റ് അല്ലെങ്കിൽ യഹൂദ ആശയത്തെ യേശു കർത്താവ് അപ്രൂവ് ചെയ്തതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതന്മാർ എന്ന വിശേഷണം അവിടെ, ആ സ്വർഗത്തിലെ എന്ന ആഡ്ജക്റ്റീവ് അവിടെ ചേർത്തത് എന്നതാണ് പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ്. അടുത്തത്, ദൈവദൂതന്മാരും മനുഷ്യ സ്ത്രീകളും സംഗമിച്ചുണ്ടായ മക്കൾ അതികായന്മാരായ ദുഷ്ടജീവികളാണെന്നും അവരെ മുഴുവൻ ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചു എന്നത് യഹൂദ പാരമ്പര്യവും ചരിത്രകാരന്മാരും ആദിമകാല സഭാവിശ്വാസികളും ബൈബിൾ വിവർത്തകരും ഒരുപോലെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഇത്രയും വിഷയങ്ങളാണ് ഞാൻ ആ വിഷയത്തിൽ എൻ്റെ റിസർച്ച്. ഞാൻ ദൈവപുത്രന്മാർ ദൂതന്മാരാണ് എന്നുള്ള വിഷയത്തിൽ എലാബറേറ്റ് ആയിട്ട് ആ വിഷയങ്ങൾ തന്നു. ബാക്കിയുള്ള ആർഗ്യുമെന്റ്സിനെ കുറിച്ച് ചില ന്യൂനതകൾ തന്നു. ദൈവപുത്രന്മാരാണ് ദൂതന്മാർ എന്നതിന് ന്യൂനതകൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്തതിന് കാരണം ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് എൻ്റെ കൺസെപ്റ്റ് പ്രകാരമല്ല, നമ്മുടെ കൺസെപ്റ്റ് പ്രകാരമല്ല. വാട്ട് ദ ബൈബിൾ സേസ്, ബൈബിൾ എന്തു പറയുന്നു, ചരിത്രം എന്തു പറയുന്നു. യഹൂദന്മാർ ഈ ചരിത്രം എഴുതി അവർ വളരെ കൃത്യമായിട്ട് പറയുന്ന വിഷയം എന്താണ്, ഇത് ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു. ജോസഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ അത് കൃത്യമായിട്ട് പറയുന്നു. എബ്രായ പണ്ഡിതന്മാർ ഗ്രീക്ക് സെപ്റ്റുവജിന്റ്, അതായത് ഈ എബ്രായ പഴയ, നമുക്കറിയാം ബാബിലോൺ അടിമത്വത്തിലേക്കും അസീറിയൻ അടിമത്വത്തിലേക്കും ഇസ്രായേൽ ജനം പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ന്യായപ്രമാണമായിട്ട് പഴയ നിയമമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വന്നു. അപ്പോൾ അവിടെയുള്ള ഭക്തന്മാരായ ആളുകൾക്ക് ആത്മഭാരം ഉണ്ടായിട്ട് അവർ ഈ തിഴുവിരട്ട് പഴയ നിയമത്തെ, ന്യായപ്രമാണത്തെ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവിടെ ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് നെഫീലിംസ്, ബെനിഹ എലോഹിം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ സൺസ് ഓഫ് ഗോഡ് എന്ന് കൃത്യമായിട്ട് ഉപയോഗിച്ചു. നമ്മൾ ഗ്രീക്കിലെ ദൈവമക്കൾ എന്നുള്ളതിന് ഉള്ള വാക്ക് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ആത്മീകമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ശേത്തിന്റെ മക്കൾ ദൈവമക്കൾ. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ശേത്തിന്റെ തലമുറ നമ്മളവിടെ പഠിക്കുമ്പോൾ ശേത്തിന്റെ തലമുറയിൽ ആ ലൈനിൽ എല്ലാവരും ദൈവമക്കളല്ലായിരുന്നു. ഹാനോക്ക്, നോഹ ഇവരെ പോലെയുള്ള ആ തലമുറയിൽ ദൈവം എടുത്ത് ഉപയോഗിച്ച ചുരുക്കം ചിലരാണ് ആത്മീയമായി തീക്ഷ്ണതയോടെ നിന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ ലോകത്തിന്റെ താളത്തിനനുസരിച്ച് പോയ ആ വംശമാണ്. പക്ഷെ അവരും ആ ലോകത്തിന്റെ താളത്തിനനുസരിച്ച് സെക്ഷൽ പെർവേർഷൻസിൽ അകപ്പെട്ടു പോയ വ്യക്തികളാണ്. പറഞ്ഞാൽ ലോകത്തിലുള്ള സകല ലൈംഗികത മേച്ഛതകളുടെയും ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ഈ ദൈവദൂതന്മാരാണ്. അവരിൽ നിന്ന് ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, എങ്ങനെ നോഹയുടെ കാലത്ത് എല്ലാവരെയും നശിപ്പിച്ചില്ലേ? ഈ നെഫിലിംസ് മുഴുവൻ നശിച്ചു, സകല മനുഷ്യരെ നശിച്ചു. പിന്നെ നോഹയും നോഹയുടെ 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും, നോഹയുടെ ഭാര്യ അവിടെ ഉള്ളൂ.
ഇവരിലൂടെയാണ് അടുത്ത തലമുറയിലേക്ക് എന്തു വന്നത്? ഈ പെർവേർഷന്റെ അലയൊലികൾ തലമുറകളായി കൈമാറിയത്. കാരണം നോഹയായിരുന്നു ആ തലമുറയിലെ നീതിമാൻ. നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും ഇവരൊക്കെ ആ സൊസൈറ്റിയിൽ വളർന്നവരാ. എന്നാൽ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ട്, ഇവരെ സ്വീകരിച്ചിരിക്കുന്ന ഭാര്യമാർ ഈ നീതിമാന്റെ കുടുംബത്തിൽപ്പെട്ടവരല്ല. ആ 3 പെണ്ണുങ്ങൾ, 3 സ്ത്രീകൾ മറ്റു കുടുംബത്തിൽ നിന്നുള്ളവരാ. അവരെ ഈ സോഷ്യൽ പെർവേർഷൻ സ്വാഭാവികമായിട്ടും അതിന്റെ ലെസൺസ് അവരുടെ ഉള്ളിൽ. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, അമേരിക്കയിൽ ജീവിക്കുന്നവർക്ക് അമേരിക്കൻ കൾച്ചേഴ്സ്, നമ്മൾ അവിടെ വേർപാടുകാരായിട്ട് ജീവിക്കുന്നുവെങ്കിലും അവിടുത്തെ കൾച്ചേഴ്സ്, അവിടെ സിസ്റ്റംസ് നമുക്കറിയാം. നമ്മൾ അതെന്ത് ചെയ്യും? നമ്മൾ ആത്മീയരല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും ഒക്കെ അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ ഗൾഫിലുള്ളവർ, ഇന്ത്യയിലുള്ളവർ, ഏത് രാജ്യത്തുള്ളവരും ആ രാജ്യത്തിലെ കൾച്ചർ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ജലപ്രളയത്തിന് ശേഷം നോഹ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുമ്പോൾ അവിടെ തന്നെ ഈ നോഹയുടെ പുത്രന്മാരെ അന്നുണ്ടായിരുന്ന സെക്ഷൽ പെർവേർഷൻ സ്വാധീനിച്ചതിന്റെ പ്രതിഫലനം നമുക്ക് കാണാം. അതുകൊണ്ടാണ് ദൈവം അവിടെ ശപിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യ സമൂഹത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ദൈവം പദ്ധതി ചെയ്യാത്ത ഒരു വിഷയം സംഭവിച്ചു. പിന്നെ ശേത്തിന്റെ ആൾക്കാരെന്ന് ചോദിക്കുന്നവർ പറഞ്ഞു, അവര് മനുഷ്യനെയാണല്ലോ ദൈവം ശപിച്ചത്, ദൂതന്മാരാണ് പാപം ചെയ്തെങ്കിൽ ദൂതന്മാരെ ശപിച്ചാൽ പോരെ? അതിനോടൊരു വിശദീകരണം പറഞ്ഞു, 2 മിനിറ്റൂടെ വിശദീകരണം പറയാം. ഈ ദൈവപുത്രന്മാർ, ദൈവദൂതന്മാർ മനുഷ്യ സ്ത്രീകളുമായി സംഗമിച്ച് ഉണ്ടായ ഔട്ട്പുട്ട്, മല്ലന്മാർ, അവർ മനുഷ്യരാണ്. വന്ന അപ്പന്മാരാണ് ദൂതന്മാര്, അമ്മമാര് സ്ത്രീകള്. അമ്മമാരിൽ നിന്ന് മക്കളായിട്ട് വന്നത് മനുഷ്യരാണ്. അവർ അധികായന്മാരായ മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവരെ മനുഷ്യർ. ആ തലമുറ, അത് ഹാനോക്കിന്റെ പുസ്തകത്തിൽ ആ ചരിത്രത്തിൽ പറയുന്നു, അവർ പാപത്തിൽ ആറാടി ജീവിച്ച് അന്യോന്യം ആക്രമിച്ചും കൊന്നും രക്തം കുടിച്ചു. പക്ഷെ അതിന് വ്യക്തമായ വിവരണങ്ങൾ ഹാനോക്ക് ഗ്രന്ഥത്തില്ലാത്തതുകൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ പറയുന്ന വിഷയം, അവരെ രക്തസമ്മതമായിട്ട്, അന്യജഡത്തിന്റെ രക്തം സംബന്ധിച്ച് അവർ അതിക്രമം ചെയ്തു എന്നാണ്. ആത്മീക ശരീരമുള്ള ദൈവദൂതന്മാർ ജഡശക്തികൾ, ജഡവും രക്തവുമുള്ള മനുഷ്യരെ പ്രേമിച്ച് സ്നേഹിച്ച് അവരെ സ്വീകരിച്ച് വഷളത്വം പ്രവർത്തിച്ച് സകലവിധ ലൈംഗിക പാപങ്ങളും അവരെ പഠിപ്പിച്ച് വഷളത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായി. സൊദോം ഗൊമോറയിലും അത് തന്നെ സംഭവിച്ചു. ലോത്ത് നീതിമാൻ എന്ന് പറഞ്ഞെങ്കിലും ദുഷ്ടതയുള്ള ലോകത്ത് ജീവിച്ച് വലഞ്ഞുപോയി. ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ ഏകദേശം അതുപോലെ വരിക. നമ്മൾ വളരെ ജാഗ്രതയോടെ, ലോകം അങ്ങനെയാണ്. എന്നാൽ അതിനുശേഷം നെഫിലിംസ് വന്നായിട്ട് നമ്മൾ കാണുന്നില്ല. നെഫിലിംസ് എന്നുള്ള പരാമർശം നമ്മൾ കണ്ടെങ്കിലും അത് ഇസ്രായേൽ ജനത്തിന് അവരുടെ ആകാരം, നമ്മൾ ഗോലിയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏതാണ്ട് 12 അടി ഹൈറ്റും അതിനൊത്ത വെയിറ്റും കാലിന് നീട്ടമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഗോലിയത്തിനെ കുറിച്ച് നമ്മൾ. അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മനുഷ്യരെക്കാൾ ഹൈറ്റും വെയിറ്റും ഉള്ളവര് ഉണ്ടായിരുന്നു. അവരെ മല്ലന്മാരെന്ന് മലയാളത്തിൽ പരിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ നെഫിലിംസ് എന്നല്ല എബ്രായ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. വീരന്മാരെന്നും പരാക്രമികൾ എന്നൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി, അതായത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് സ്വർഗത്തിൽ ദൈവം മനുഷ്യരുടെ കാവൽക്കാരായി നിയോഗിച്ചിരുന്ന ഒരു കൂട്ടം ദൂതന്മാരായിരുന്നു. അവർ എത്ര എണ്ണമാണെന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. എന്നാൽ അവർ മനുഷ്യ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ നില, അവരുടെ ശുശ്രൂഷ, അവരുടെ സ്ഥാനം, അവരുടെ ശരീരത്തിന്റെ പ്രത്യേകത, ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ, ഇതൊക്കെയും വിട്ട് അവർ മനുഷ്യന്റെ രക്തത്തിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയതുകൊണ്ട് ദൈവം ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഈ ഞാൻ നടത്തിയ റിസർച്ചിന്റെ അല്ലെങ്കിൽ പഠനത്തിന് ഒരാകത്തുക എന്ന് പറയുന്നത്. അത് ബൈബിൾ വിഷയത്തോട്, വിവരണത്തോട് ചേർന്ന് പോകുന്ന എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം വ്യക്തമായിട്ട് പറഞ്ഞു. ഈ പുസ്തകം തന്നെ, ഇതിന്റെ കുറെ കൂടി ഉണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് അതെല്ലാം പറയാൻ നമുക്ക് സമയമില്ല. അതൊരു ഇ ബുക്കായിട്ട്, ബുക്ക്ലെറ്റ് ആയിട്ട് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ദൈവം വെച്ചാൽ അത് ലഭ്യമാക്കും. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കും ഇതിലേതാണ് ശരി. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിൽ ഞാൻ വന്നു നിൽക്കുന്ന പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ്, വ്യൂ എന്ന് പറയുന്നത് വചനത്തിന്റെ വെളിച്ചത്തിലും യഹൂദ ചരിത്രത്തിന്റെ വെളിച്ചത്തിലും ആദിമസഭ പിൻപറ്റിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലും AD 3-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ശേത്തിന്റെ മക്കളാണെന്നുള്ള ഉപദേശം വരുന്നത്. അതിനു മുമ്പാണ് യഹൂദ വിശ്വാസികൾ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരടക്കമുള്ളവര് ഈ സത്യം അംഗീകരിച്ചു. ആ സത്യം ഞാനും അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ദൈവം ഈ വിഷയം കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാൻ നമുക്ക് റെഫറൻസ് ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പഠിക്കുക. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.